തണുപ്പ് കാലം തുടങ്ങി. ഇത്തവണയും പതിവ് തെറ്റാതെ ഇവരെത്തി ശലഭദേശാടനത്തിനായി. പച്ചപ്പിന് മേലെ വർണ്ണങ്ങൾ വാരി വിതറി ശലഭദേശാടനം തുടങ്ങി. മഴയ്ക്ക് ശേഷം തെളിഞ്ഞ കാലാവസ്ഥയിൽ ബ്രഹ്മഗിരി വനമേഖലയിൽ ആയിരക്കണക്കിന് ശലഭങ്ങളാണ് എത്തിയത്. മാക്കൂട്ടം വനമേഖലയിലെ റോഡരികിലും പുഴയോരങ്ങളിലുമായി പൂമ്പാറ്റകൾ എത്തിയതോടെ യാത്രക്കാർക്ക് ഇത് കൗതുക കാഴ്ചയായി മാറി. പീതശ്വേത ചിത്രശലഭ കുടുംബത്തിൽപ്പെട്ട പൂമ്പാറ്റയാണിത്. കേരളത്തിൽ പശ്ചിമഘട്ടത്തിലുള്ള മലനിരകളിലും സമീപസ്ഥലമായ കുറ്റിക്കാടുകളിലും അരുവിയോരങ്ങളിലും മഞ്ഞുകാലത്തിൻ്റെ ആരംഭത്തോടെയാണ് ഇവയെ ധാരാളമായി കാണുന്നത്. കേരളത്തിലെ ദേശാടനം നടത്തുന്ന ചിത്രശലഭങ്ങളിൽ മുഖ്യ ഇനമാണിത്. നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ ആയിരക്കണക്കിന് ആൽബർട്രോസ് ചിത്രശലഭങ്ങളാണ് ദേശാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായി നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ചിത്രശലഭങ്ങൾ എങ്ങോട്ടാണ് കൂട്ടമായി പറന്നു പോകുന്നത്? എവിടുന്ന് എവിടേക്കാണ് ഇവ ചേക്കേറുന്നത്? ആ സഞ്ചാരത്തിൻ്റെ രഹസ്യം തേടുന്ന ജനകീയ പഠനം കൂടുതൽ വിപുലമാക്കാനൊരുങ്ങുകയാണ് ശലഭ നിരീക്ഷകർ. ആയിരക്കണക്കിന് ചിത്രശലഭങ്ങൾ വർഷത്തിൽ 2 തവണ വീതം തെക്കേ ഇന്ത്യയിലൂടെ ദേശാടനം ചെയ്യാറുണ്ടെങ്കിലും ഈ പ്രതിഭാസത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളില്ല. എല്ലാവർക്കും നല്ല ദൃശ്യാനുഭവം സമ്മാനിച്ചാണ് ഇവരുടെ യാത്ര. മാക്കൂട്ടത്തു നിന്നും ഉന്മേഷ്.